ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഹ്യൂമാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +2 ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചരിത്രത്തിന്റെ വ്യത്യസ്ത നാൾവഴികളിലൂടെ കടന്നു വരികയായിരുന്നു നമ്മൾ. മനുഷ്യരെങ്ങനെ ജീവിതം തുടങ്ങി, എങ്ങനെ ഒരു സംസ്കാരമായി മാറി, വ്യത്യസ്തമായിട്ട് സംസ്കാരങ്ങൾ ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിൽ നടന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഭരിക്കാനും ഭരിക്കപ്പെടാനും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. നമ്മൾ ജനപദാസിനെ കുറിച്ച് പറഞ്ഞു, മഗധയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ ഭരിക്കാനും ഭരിക്കപ്പെടാനും ഒരു സമൂഹമായി ജീവിക്കാനൊക്കെ തുടങ്ങുമ്പോൾ രാഷ്ട്രീയപരമായി, മതപരമായി, അല്ലെങ്കിൽ ജാതീയപരമായി, ബന്ധുത്വപരമായി എന്തൊക്കെ മാറ്റങ്ങളാണ് അവരിൽ സംഭവിച്ചത് നമുക്ക് ചർച്ച ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോയില്ല. നമ്മുടെ മോട്ടോ നമുക്കറിയാം, ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ ഷുവർ മാർക്ക് എന്നാണല്ലോ നമ്മുടെ മോട്ടോ. അതുകൊണ്ട് പറയപ്പെടേണ്ട 2 ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങൾ മാത്രം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കും. അതിലൊന്ന് മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരാറുള്ളത്. അതിൽ മറക്കാൻ പറ്റാത്തൊരു പേര് VS സൂക്ത എന്ന ആളുടെ പേരാണ്. അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, അറിയാലോ, 2 ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്, രാമായണവും മഹാഭാരതവും. മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ് ക്രിയേറ്റ് ചെയ്ത ആളാണ് VS സൂക്ത എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്നത് പാണ്ഡവ കൗരവ യുദ്ധത്തെ കുറിച്ചാണ്. മാത്രമല്ല, അന്നത്തെ കാലത്തുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ ഈ ഒരു ഭാഗം ഇല്ലെങ്കിൽ മഹാഭാരതം ചർച്ച ചെയ്തു പോകുന്നുണ്ട്. പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇതിന്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. 1919 VS സൂക്ത അതിന് മുതിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്ത്യ ഒട്ടാകെ നടന്ന് ഈ മഹാഭാരതത്തിന്റെ വ്യത്യസ്ത പതിപ്പുകൾ കണ്ടെത്തി, അതിൽ പൊതുവായിട്ടുള്ള സൂക്തങ്ങളോ കണ്ടെത്തി, അതിൽ നിന്ന് ഒരു പുതിയൊരു പതിപ്പ് ഉണ്ടാക്കുന്നത് 13,000-ഓളം സൂക്തങ്ങളിൽ നിന്ന് പൊതുവായിട്ട് തെരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കുന്നത്. ഈ പതിപ്പിനെ കുറിച്ച് പറയുമ്പം ഏകദേശം 47 വർഷം എടുത്തിട്ടാണ് ഈ പതിപ്പ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പതിപ്പിൽ രണ്ട് രീതിയിലാണ് സൂക്തനെ വിലയിരുത്തുന്നത്. സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിന്റെ വ്യത്യസ്തകളെ കുറിച്ചും, സംസ്കൃതത്തെ കുറിച്ച് പറയുമ്പം സംസ്കൃതത്തിന്റെ ഏകീകരണത്തെ കുറിച്ചും വ്യക്തമായിട്ട് പറയുന്ന ഭാഗമാണ് മഹാഭാരതം എന്ന് സൂക്ത പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് വിമർശനാത്മക പതിപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം തന്നെയാണിത്. പിന്നെ ഈ മൂന്നാം ചാപ്റ്ററിൽ പ്രത്യേകത, ഏറ്റവും വൺ വേർഡുകൾ വരുന്ന ഒരു ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ. എസ് ആയിട്ട് വരികയാണെങ്കിൽ അത് വരാറുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പിനെ കുറിച്ചാണ് വരാറുള്ളത്. ഓക്കെ, ഇനി പറയുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് വിവാഹമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഭാഗം വിവാഹമാണ്, എസ് ആയിട്ട് വന്നിരിക്കുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. നല്ലോണം ഫുഡും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ആർഭാടപരമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് എപ്പോഴും വിവാഹത്തെ കാണുക. പാട്ടും ഡാൻസും കൂത്തൊക്കെ ആയിട്ട് അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം അല്ലെ. വളരെ രസകരമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് എപ്പോഴും വിവാഹത്തെ കാണാറുള്ളത്. ഒരു ഭാഗത്ത് ആ നാട്ടിലുള്ള ഏറ്റവും നല്ല കലാരൂപങ്ങളൊക്കെ ആസ്വദിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അതിഥികളൊക്കെ സ്വീകരിച്ചു പോകുന്ന വളരെ സന്തോഷത്തിൽ പിരിയുന്ന ഒരു ഭാഗമാണ് വിവാഹം എന്ന് പറയുന്ന സമൂഹത്തിൽ. അപ്പോ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രീതിയിലുള്ള വിവാഹമാണ് നിന്നിരുന്നത്. എന്നാൽ ഈ പറയപ്പെടുന്ന മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ കാലത്ത് വിവാഹത്തിനെ വ്യത്യസ്ത രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 8 രീതിയിൽ വിവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്ന് ബ്രാഹ്മണ വിവാഹമാണ്. ബ്രാഹ്മണ വിവാഹം എന്ന് പറഞ്ഞാൽ ജ്ഞാനിയും മാന്യനുമായിട്ടുള്ള യുവാവിന് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന രീതിയാണ് ബ്രാഹ്മണ വിവാഹം എന്ന് പറഞ്ഞാല്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രജാപതി വിവാഹമാണ്. ഈ ബ്രാഹ്മണ വിവാഹത്തിന് ഒന്നുകൂടി പരിഷ്കരിച്ച രീതിയാണ് പ്രജാപതി വിവാഹം എന്ന് പറഞ്ഞാല്. അഥവാ സ്ത്രീധനം വാങ്ങാതെ വരൻ വധുവിന്റെ അച്ഛനിൽ നിന്ന് മകളെ സ്വീകരിക്കുന്ന രീതിയാണ് പ്രജാപതി വിവാഹം എന്ന് പറയുന്നത്. 3 ആർഷ വിവാഹം. വരന്റെ വശത്തു നിന്ന് ഒരു ജോഡി കാളകളെ വധുവിന്റെ അച്ഛൻ വാങ്ങും, എന്നിട്ട് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കും. അഥവാ വരന്റെ അച്ഛനിൽ നിന്ന് വധുവിന്റെ അച്ഛൻ കാളയെ വാങ്ങും. സ്ത്രീധനം അല്ലട, പുരുഷധനം ഇവിടെ സംഭവിക്കുന്നത്. വരന്റെ അച്ഛനിൽ നിന്ന് ഒരു ജോഡി കാളയെ ഇങ്ങോട്ട് മേടിക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്,
വധുവിന്റെ അച്ഛൻ മകളെ വരന് കൊടുക്കുന്ന ഒരു ചെറിയ രീതിയിൽ വിൽക്കൽ പരിപാടി എന്നൊക്കെ പറയാം നമുക്ക് അല്ലെ. ആ സിറ്റുവേഷൻ ആണ് ആർഷ വിവാഹം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ദൈവ വിവാഹമാണ്. മതപുരോഹിതന് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന രീതിയാണ് ദൈവ വിവാഹം എന്ന് പറയുന്നത്. മറ്റൊന്ന് അസുര വിവാഹം. അസുര വിവാഹം എന്ന് പറഞ്ഞാല് വരൻ വധുവിന്റെ അച്ഛന് പെൺപണം കൊടുത്തിട്ട് മകളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു വിൽക്കൽ പരിപാടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. വരൻ വധുവിന്റെ അച്ഛന് പണം കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുക, ഒരു വിൽക്കൽ പരിപാടി. സ്ത്രീധനം അല്ലെങ്കിൽ പോലും മറ്റൊരു വേർഷൻ എന്നൊക്കെ പറയാൻ പറ്റും. മറ്റൊന്ന് ഗന്ധർവിവാഹമാണ്. പാരമ്പര്യമായിട്ട് നിന്ന് വരുന്ന പ്രണയ കല്യാണം തന്നെയാണ് ഗന്ധർവിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് ഗന്ധർവിവാഹം എന്ന് പറഞ്ഞിരുന്നത്. മറ്റൊരു ഭാഗം രാക്ഷസ വിവാഹമാണ്. വധുവിന്റെ വീട്ടിൽ നിന്ന് വധുവിനെ തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയാണ് രാക്ഷസ വിവാഹം എന്ന് പറഞ്ഞാല്. ലാസ്റ്റ് വൺ പൈശാചിക വിവാഹം. പൈശാചിക വിവാഹം എന്ന് പറയുമ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്ത്രീയുടെ അല്ലെങ്കിൽ വധുവിന്റെ ആശീർവാദത്തോടു കൂടിയോ അല്ലെങ്കിൽ വധുവിന്റെ ഇഷ്ടത്തോടു കൂടിയോ നടത്തുന്ന ഒരു വിവാഹമായിരിക്കില്ല അത്. ഇത് പിന്നീട് അങ്ങോട്ട് വധു സമ്മതിക്കേണ്ടതായിട്ട് വരുന്ന രീതിയിൽ വധുവിന്റെ ഇഷ്ടമില്ലാതെ കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയാണ് എന്ത് പറയാ, പൈശാചിക വിവാഹം എന്ന് പറയാം. ഇങ്ങനെ 8 രീതിയിലുള്ള വിവാഹമാണ് ഉള്ളതെന്ന് മറക്കരുത്. ഓക്കെ, ഇനി വിവാഹത്തെ കുറിച്ച് പറയുന്ന വേറൊരു ഭാഗം ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ്. അത് സ്വഗണ വിവാഹം, അന്യഗണ വിവാഹം, ബഹുഭർത്തൃത്വം എന്നാണ്. എന്താണ് സ്വഗണ വിവാഹം അല്ലെങ്കിൽ എൻഡോഗമി? സ്വഗണ വിവാഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ഗണത്തിൽ നിന്ന്, സ്വന്തം ജാതിയിൽ നിന്ന്, സ്വന്തം മതത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിൽ നിന്ന് കല്യാണം കഴിക്കുക. കേരളത്തിൽ നിന്ന് മലയാളിയെ തന്നെ കല്യാണം കഴിക്കുക ഒരു സ്വഗണ വിവാഹമാണ്. ഒരു ഹൈന്ദവനായിട്ടുള്ള ആൾ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ക്രൈസ്തവനായിട്ടുള്ള ആൾ അവരുടെ മതത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുക. ഇതാണ് എന്ത് സ്വഗണ വിവാഹം എന്ന് പറയുന്നത്, എൻഡോഗമി എന്ന് പറയുന്നത്. ഇനി എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താ? അന്യഗണ വിവാഹം. അന്യഗണ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു പയ്യൻ നേപ്പാളിൽ പോയിട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരികയാണ്. ഇതിനെന്താ പറയാ? അന്യഗണ വിവാഹം എന്നാണ് പറയുക. എന്താ പറയാ? അന്യഗണ വിവാഹം എന്ന് പറയും. അതുപോലെ തന്നെ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാല് ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയാണ് എന്താ പറയാ, ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കത് മറ്റു സമയത്ത് പറയാം. ഇനി ശേഷം വരുന്ന ക്ലാസ്സുകൾ അതിനെ പറയാവുന്നതാണ്. ഇനി ബഹുഭർത്തൃത്വം. ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പുരുഷനെ കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയാണ് ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത്. അപ്പൊ ബഹുഭർത്തൃത്വം, സ്വഗണ വിവാഹം, അന്യഗണ വിവാഹം, ഇതാണ് വിവാഹത്തിന്റെ രീതികൾ. ഈ ഒരു 8 വിവാഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളും ഈ വിവാഹത്തിന്റെ 4 രീതികളും നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇത് ചോദിക്കാറുണ്ട്. ഇതിൽ നിന്നും എല്ലാം ചോദിച്ചിട്ടില്ലെങ്കിലും ഇതിൽ 1-2 ഭാഗം 3 മാർക്കിനോ 4 മാർക്കിനോ കഴിഞ്ഞ് ചോദിച്ചുകൂടായില്ല. അതുപോലെ തന്നെ ഇത് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ്. അതും പഠിക്കണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓൾറെഡി ഞാൻ ഇതിന്റെ കൂടെ PPT അയക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ വിശദമായിട്ട് ടെക്സ്റ്റിൽ നിന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഷോർട്ട് കട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് നൽകാവുന്നതാണ്. നോ പ്രോബ്ലം, പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എടുത്ത ഭാഗമായിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള കൃത്യമായ റിപ്ലൈ നൽകിയിരിക്കും. ഓക്കെ, പറഞ്ഞ ഭാഗങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അഥവാ ആരും ഹിസ്റ്ററി ഡൗട്ട് വെച്ചിട്ട് എക്സാമിന് പോകേണ്ടതില്ല. ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ, ഷുവർ മാർക്ക്, അതാണ് നമ്മുടെ മോട്ടോ. അതിന് മുൻപോട്ട് പോകും. മറ്റൊരു ഭാഗവുമായിട്ട് വീണ്ടും വരാം. നിർത്തുന്നു. താങ്ക് യു.